ഏതാണ്ട് ഒരു 10, 30 അല്ലെങ്കിൽ 40, 50 മാധ്യമപ്രവർത്തകർ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാം അവസ്ഥ ഏതാണ്ട് സമാനമാണ്. അതായത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇങ്ങനെയുള്ളൊരു നിൽപ്പ്, ഏതാണ്ട് 10, 15 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള നിൽപ്പ്, കയറിയിരിക്കാൻ ഒരു സ്ഥലം പോലുമില്ല മഴ പെയ്താൽ. അതുപോലെ തന്നെ ഞാൻ ആലോചിക്കുന്നത്, ഇതിനൊക്കെ പിന്നിൽ അവരുടെ ഒരു കുടുംബം എന്നുള്ളത് പ്രധാനമാണ്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ദുരന്ത ഭൂമിയിൽ ജീവൻ പണയം വെച്ച് ഞാൻ മാധ്യമപ്രവർത്തകരെ മഹത്വവൽക്കരിക്കുകയല്ല, അങ്ങനെ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. നമ്മൾ മാത്രമല്ല, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നോക്കൂ, എത്ര പോലീസുകാർ ഇദ്ദേഹമൊക്കെ എത്ര ദിവസമായി ഇവരൊക്കെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വന്ന ആദ്യ ദിവസം ഈ പോലീസുകാരെ പരിചയപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ പേര് നാഗേന്ദ്ര എന്നാണ്. അദ്ദേഹം ഹാവേരി സ്വദേശിയാണ്. ഹാവേരി എന്നുള്ളത് ഇവിടുന്ന് ഒരുപാട് ദൂരം ഉള്ള ഒരു സ്ഥലമാണ്. ഹാവേരിയിൽ നിന്നാണ് ഈ നാഗേന്ദ്ര സാറൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ മാധ്യമപ്രവർത്തകർ മാത്രമല്ല, പോലീസുകാരുൾപ്പെടെ ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകരായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അതുപോലെ ഈ അഗ്നിരക്ഷാ പ്രവർത്തകർ, അങ്ങനെ അഗ്നിശമന സേനാ പ്രവർത്തകർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുന്നുണ്ട്. ഇവരുടെ ഓരോരുത്തരുടെയും മനസ്സ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും, എങ്ങനെയെങ്കിലും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാവണം എന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്ത്, ഒറ്റ കാര്യത്തിൻ്റെ പുറത്താണ് അവരെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നേരത്തെ മോത്തി പറഞ്ഞ ചില കമൻറ്റുകൾ ഞാൻ വായിച്ചില്ല. ചില കമൻറ്റുകൾ പറയുന്നത് കേട്ടു, മപ്രകളെ അകത്തേക്ക് എങ്ങനെ കയറ്റി വിടേണ്ട, അവരെ ജില്ലയിൽ നിന്ന് പുറത്തു വിടൂ എന്നൊക്കെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ അവരോടൊക്കെ പറയാനുള്ള മറുപടി ഇതേ ഉള്ളൂ, നമ്മളും മനുഷ്യരാണ്. നിങ്ങൾക്ക് വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. അതും ഔദ്യോഗിക സംവിധാനങ്ങളെ കൃത്യമായി പാലിച്ചുകൊണ്ട് അപകടരഹിതമായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അമിത ആവേശത്തിൽ ചാടി വീഴുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഏതായാലും എല്ലാവരും അങ്ങനെയല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സമയത്ത് നമ്മൾ നടത്തേണ്ടതുണ്ട്. ഏതായാലും ദുരന്ത ഭൂമിയിൽ നിൽക്കുക എന്നുള്ളത് ഒട്ടും നമുക്ക് എളുപ്പമുള്ള കാര്യമല്ല. ശാരീരികമാവട്ടെ മാനസികമാവട്ടെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ാണ് വിക്രമറാഴ. അദ്ദേഹം 10, 25 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ കാല് അനക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ദൃശ്യങ്ങൾ കൃത്യമായി എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അദ്ദേഹമൊക്കെ പോകുന്നത്. ഏതായാലും അതൊക്കെ പോട്ടെ, കൃത്യമായി ഇപ്പോൾ ഈ രക്ഷാ ദൗത്യം ഇവിടെ നടക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, ഈ കുടുംബം മാധ്യമങ്ങളിലൂടെ പറഞ്ഞു ഉണ്ടായ ആ വലിയ സമ്മർദ്ദത്തെ തുടർന്ന് തന്നെയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തിയത്. അല്പം വൈകിയ വേളയിലാണെങ്കിലും ഇവിടേക്ക് ആ സംവിധാനങ്ങളൊക്കെ എത്തുന്നതിൽ ചെറിയ പങ്കെങ്കിലും മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വിസ്മരിച്ചുകൂടാ ഈ നിമിഷത്തിൽ. പക്ഷേ നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് താങ്ക്ലെസ് ജോബ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത വാർത്തകളുടെ ഭാഗമായി നമ്മൾ പോകും എന്നുള്ളതും ഒരു മാധ്യമപ്രവർത്തകൻ്റെ ജീവിതം കഴിഞ്ഞ 10, 12 കൊല്ലമായി ഉള്ള ഈ ഒരു ജീവിതത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ള ചില ബോധ്യങ്ങളുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ അങ്കോലയിൽ കൃത്യമായി തന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ കെ അഷ്റഫ് MLA ഒക്കെ നമ്മളോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്ന വിവരമനുസരിച്ച് ഈ അർജുനെ കണ്ടെത്തുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം, അല്ലെങ്കിൽ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ട്രക്ക് ഉയർത്തുക എന്നുള്ളത് അടുത്ത കാര്യമാണ്. പക്ഷേ അപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. SP കാർവാർ നൽകുന്ന വിവരമനുസരിച്ച് ഈ ട്രക്ക് തല കീഴായിട്ടാണ് കിടക്കുന്നത്. ആ ക്യാബിനുള്ളിൽ അർജുനുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ട്രക്ക് ഉയർത്താതെ അല്ലെങ്കിൽ ട്രക്ക് നേരെ നിർത്താതെ നമുക്ക് അർജുനെ പുറത്തേക്ക് എടുക്കാനാവുമോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ചേറിൽ പുതഞ്ഞാണ് ഈ ട്രക്ക് നിലയിൽ കിടക്കുന്നത്. ഏതാണ്ട് 15 മീറ്റർ ആഴത്തിൽ, അതായത് 50 അടി ആഴത്തിലാണ് നിലവിൽ ട്രക്കുള്ളത്. ഒരു 8 ആൾ പൊക്കം ആഴത്തിൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അത് എത്രത്തോളം ആഴത്തിലാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ 50 അടി ആഴത്തിൽ നിന്ന് ട്രക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് ആദ്യം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് നമ്മൾ ഈ ദുരന്ത മുഖത്തുള്ള KM അഷ്റഫ് MLA സംസാരിച്ചു. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ നമ്മൾ കനം കൂടിയ വൈദ്യുത കമ്പികൾ കണ്ടിട്ടില്ലേ, ആ വൈദ്യുത കമ്പികൾ കൊണ്ട് ഈ ട്രക്കിനെ 4 വശത്തും കെട്ടി
കൊളുത്തി ആ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് പ്രധാനമായും നടത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നടപടികൾ തുടങ്ങിയിട്ടില്ല. അത്തരം ആലോചനകൾ അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ രാജധാനി എക്സ്പ്രസിൽ ഡിബോട്ട്സ് ഉപകരണം പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ബാറ്ററി അവിടേക്ക് എത്തിച്ചേരും. അതുകൂടി കൊണ്ടുവന്നാൽ ഏതാണ്ട് 11 മണിയോടെ ഡിബോട്ട്സിൻ്റെ പ്രവർത്തനം കൂടി ഇവിടെ ആരംഭിക്കാൻ ആകും. അതായത് ഡിബോട്ട്സിൻ്റെ ഇതിലൂടെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഇമേജുകൾ ട്രക്കിൻ്റെ പൊസിഷൻ സംബന്ധിച്ച്, ട്രക്കിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇമേജുകൾ സഹിതം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ആ ഡിബോട്ട്സിൻ്റെ പ്രവർത്തനം ഇന്ന് നിർണായകമാണ്. ഇന്നലെ നമ്മളെല്ലാം പ്രതീക്ഷിച്ച ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്രദമായ ഈ രക്ഷാദൗത്യത്തിൻ്റെ കാര്യമായിരുന്നു കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം. ആ മണ്ണുമാന്തി യന്ത്രം അതുപോലെ ഒരു മണ്ണുമാന്തി യന്ത്രം കൂടി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വശങ്ങളിൽ നിന്ന് 2 ചാലുകീറി 2 വശത്തും നമ്മൾ ഈ ട്രക്ക് സ്പോട്ട് ചെയ്ത ഈ സ്ഥലത്തിൻ്റെ ഇരുവശങ്ങളിലും ചാല് കീറിയിരിക്കുകയാണ്. അതിന് കാരണം ആ ഭാഗത്ത് ട്രക്ക് സ്പോട്ട് ചെയ്ത ആ ഭാഗത്ത് വല്ലാത്ത കുത്തൊഴുക്കുണ്ട്. ഈ കുത്തൊഴുക്കിനെ തിരിച്ചു വിടുകയാണ് ഈ ചാല് കീറുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. അങ്ങനെ ചാല് കീറി മുങ്ങൽ വിദഗ്ധർക്ക്, നാവികസേനയുടെയും ദുരന്ത നിവാരണ സേനയുടെയും മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് ഊളിയിട്ട് പോകാനുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കുക എന്നുള്ളതാണ്. ഏതായാലും അതിനുള്ള നടപടികൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്നലെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടാണ് ഗോകക്കിൽ നിന്ന് കൊണ്ടുവന്ന കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. തീരത്ത് നിന്ന് 20 മീറ്റർ മാറിയാണ് മുന്നോട്ട്, അതായത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മൺകൂനയിലേക്ക് 20 മീറ്റർ, ആ മൺകൂനയ്ക്കും അതുപോലെ തന്നെ ഈ തീരത്തിനും ഇടിഞ്ഞ ആ തീരത്തിനും ഇടയിലുള്ള 20 മീറ്ററിലാണ് ഈ ലോറിയുള്ളത്. 15 മീറ്റർ ആഴത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഏകദേശം 50 അടി ആഴത്തിലാണ് ഇപ്പോൾ ഈ ട്രക്കുള്ളത്. അങ്ങനെ ആ ഭാഗത്ത് ഒഴുക്ക് നിയന്ത്രിച്ച് അവിടേക്ക് ഊളിയിട്ട് പോകാൻ, താഴേക്ക് മുങ്ങി തപ്പാൻ ഈ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് അതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ് പ്രധാനമായും ഇപ്പോൾ രാവിലെ മുതൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. NDRFിൻ്റെയും നേവിയുടെയും ഒക്കെ സൗകര്യങ്ങൾ അവിടെ സജ്ജമാണ്, സുസജ്ജമാണ്. അവരെല്ലാം തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ച അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ 10 ദിവസമായി ഈ വഴിയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതിനെ തുടർന്ന് തന്നെ ചരക്ക് നീക്കം കാര്യമായി തന്നെ തടസ്സപ്പെട്ടു. ഇത് മംഗളൂരു പൻവേൽ ഹൈവേയുടെ ഭാഗമാണ്. അതായത് ഏറ്റവും പ്രധാനമായ കൊച്ചി ബോംബെ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാണ് ഈ ദേശീയപാത 66 എന്നുള്ളത്. അതുകൊണ്ട് ഇതിലെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് തന്നെ വല്ലാത്ത പ്രതിസന്ധി ഈ മംഗളൂരുവിനപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിൽ സൃഷ്ടിക്കും. ഈ വാഹനങ്ങളൊന്നും തിരിച്ചു പോകാൻ, മറ്റു വഴിയിലൂടെ പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. വലിയ വാഹനങ്ങളാണ്, ട്രക്കുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഭാഗികമായി ഇതിലൂടെ ലോറികൾ കടത്തിവിട്ട്, അതും അതീവ ശ്രദ്ധയോടെ പോലീസിൻ്റെ കനത്ത കാവലിൽ ആ സ്ഥലം, ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം ഈ മണ്ണിടിഞ്ഞ സ്ഥലമുണ്ട്, ആ സ്ഥലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടത്. ഏതായാലും നമുക്കൊരു വളരെ പോസിറ്റീവായിട്ട് ഉള്ള ഒരു കാര്യമാണ്. ഇന്നലെ സംഭവിച്ച 2 പോസിറ്റീവ് കാര്യങ്ങളൊന്ന്, ഭാഗികമായി ഗതാഗതം ഇന്നലെ പുനഃസ്ഥാപിക്കാൻ കെട്ടിക്കിടക്കുന്ന ട്രക്കുകളെല്ലാം കടത്തിവിടാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മളേവരും കാത്തിരുന്ന ഈ മണ്ണിനടിയിൽ ട്രക്ക് എവിടെയുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനും സാധിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഡൽഹിയിൽ നിന്നും ഡിബോട്ട്സ് യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ, അത് പ്രവർത്തിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ രാജധാനി എക്സ്പ്രസിൽ എത്തും. അവിടെ നമ്മുടെ